ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെസ റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഒരു 5 മാസം കൊണ്ട് 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഹെൽപ്പ് ചെയ്തതിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ചെറിയൊരു നന്ദി പറയാനുള്ളത്, ഞാൻ ഈ ലൈവ് ചെയ്യുന്ന ചാനലുകളുണ്ട്, അപ്പോൾ അവിടെ പോയി ഞാനൊന്ന് ജസ്റ്റ് തല കാണിച്ചൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയാൽ മാത്രം പോരല്ലോ, നമ്മുടെ വ്യൂസ് വേണമല്ലോ, നമ്മുടെ ഷോർട്സ് എല്ലാവരും കാണുമല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ഷോർട്സൊക്കെ കണ്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും ഒക്കെ കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇത് കണ്ടുകൊണ്ട് എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വ്യൂസും ഒക്കെ ആകാൻ കഴിഞ്ഞല്ലോ. വാച്ചവേഴ്സ് ആകണേ ഇനിയും ഒരുപാട് എടുക്കും. 1K സബ്സ്ക്രൈബേഴ്സ് ആകണേ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് അത് നമ്മൾ വേണം എങ്കിലും അത് സൈഡിലേക്ക് ഒതുക്കി വെച്ച് നമ്മൾ വാച്ചവേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ കിട്ടണമെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് വേണം, കൂടാതെ 4000 വാച്ചവേഴ്സ് കൂടെ വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. 1K സബ്സ്ക്രൈബേഴ്സ് മാത്രം കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. 4000 വാച്ചവേഴ്സോടുകൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പൈസ ഇതിൽ നിന്ന് കിട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് അത് പറയാനൊന്നും വന്നല്ല ഗൈസ്, വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ കുറേ ഇങ്ങനെ പോസ്റ്റുകൾ ഇട്ടു, പക്ഷെ ആരും കേൾക്കുന്നില്ല. പിന്നെയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരാളെ അങ്ങോട്ടോ അല്ലെ ആ ആൾ നമ്മളെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മളെ എത്ര സബ്സ്ക്രൈബ് ചെയ്താലും അത് സ്പാം ആകി പോവുകയും ചെയ്യും. കുറേ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ല അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്കങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പം അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണും, അപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എന്താ, എനിക്ക് 10 പേരെയൊക്കെ നഷ്ടമായിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും അവരവരുടെ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് ചെയ്തതല്ലേ, ഇത്രയും ചെയ്തതല്ലേ, അല്ലെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കാം, അങ്ങനെയാണെങ്കിൽ പോലും അവർ പറയും അങ്ങനെ കുറഞ്ഞതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തല്ലോ, അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 2 മണിക്കൂർ കഴിയുമ്പം ആ സബ്സ്ക്രൈബ് ചെയ്യാൻ സ്പാമായി പോവുകയായിരുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നില്ല. അന്നേരത്തെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കൂടുക എന്നുള്ളതല്ലാതെ ഓട്ടോമാറ്റിക്കലി അത് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ആൾ സബ്സ്ക്രൈബ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രം അടുത്തയാൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 പേരിൽ, അല്ലാതെ വേറൊരാൾ ചെയ്യുന്നതല്ല, ഈ 2 പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണോ ആദ്യം ചെയ്യുന്ന ആ ആൾ ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടുകയുള്ളൂ. അല്ലാത്ത പക്ഷേ അത് സ്പാം ആവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കുറേയേറെ വന്നിട്ടുണ്ട്. എനിക്ക് 10 പേരെയൊക്കെ നഷ്ടമായ ദിവസങ്ങളുണ്ട്, കിട്ടാതെ വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടാണ് ആ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് ചെയ്യും, പക്ഷെ ഇങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴും അത് സ്പാമായി പോകും. അതിലും നല്ലത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാവും. ഞാൻ പോസ്റ്റുകൾ പലതവണ ദിവസങ്ങളായിരുന്നു, പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഞാനിപ്പോൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ തിരിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങോട്ട് ചെയ്തേക്കും. അപ്പോൾ ചിലരോടൊക്കെ ഞാൻ കമൻറ്റിൽ പറഞ്ഞു ഇന്ന് ചെയ്യണ്ട, 24 മണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ അവരൊക്കെ സമ്മതിക്കുന്നുണ്ട്, അവർ ഓക്കെ ചെയ്യാം പിന്നെ ചെയ്തോളാം എന്ന് പറയും. ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ 24 മണിക്കൂർ കഴിയാതെ തന്നെ 10 മിനിറ്റ്, ഇപ്പം ഞാനിപ്പോൾ 5 മിനിറ്റ് മുന്നേ ഇട്ടാണെങ്കിൽ അതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ അവർ തിരിച്ച് ചെയ്തെന്ന് പറയും. പക്ഷെ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക, അത് നമുക്ക് ദോഷമേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കുറേ ആയി പറയുന്നു, പ്ലീസ് നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഒരാൾ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ഞാൻ പോസ്റ്റ് ഇട്ട് മടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് വീഡിയോ ആയിക്കൊണ്ട് തന്നെ വന്നത്. അപ്പോൾ എന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.